സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന യോഗത്തിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂൾ പുറത്തുവിട്ടിരുന്നു. ഈ യോഗത്തിൽ പ്രതിഷേധം അറിയിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ഷിജോ, SIR കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ഒരു ആശങ്കകൾക്കും അടിസ്ഥാനമില്ല എന്ന് രത്തൻ ഖേൽക്കർ പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ബീഹാറിൽ സംഭവിച്ചത് നമ്മുടെ മുന്നിലുള്ള ചിത്രമാണ്. ആ നിലക്ക് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം എന്താകും? SIR നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആശങ്ക എന്ന് പറയുന്നത് ബീഹാറിലുണ്ടായ കാര്യം നമുക്കറിയാം. എത്രയോ പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. അപ്പോൾ ബീഹാറിൽ നടന്ന ഈ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിപ്പോഴും അതിന്റെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ ഇത് തിരക്ക് പിടിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ അതിനിടയിൽ SIR നടപ്പിലാക്കിയതിന് പിന്നാലെ സംസ്ഥാനം വിവിധ പാർട്ടികൾ കേന്ദ്രത്തെ ഇതിന്റെ പ്രതിഷേധം അറിയിച്ചാണ്. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനവുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ നടപടികളിലേക്ക് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറും കടന്നിട്ടുണ്ട്. അതിന്റെ നടപടികൾ ഇന്ന് തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ട് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുകയും ചെയ്യും. ഇതിനകത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം സംസ്ഥാനത്ത് ഒട്ടും കാലതാമസമില്ല നടപ്പിലാക്കുമെന്നുള്ളതാണ് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം SIR നടപ്പിലാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ്, ഇത് യുദ്ധപ്രഖ്യാപനമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ നടക്കുന്ന യോഗത്തിൽ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ അറിയിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മാധ്യമപ്രവർത്തകരുമായിട്ടും ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതാണ്ട് 25,000-ലധികം PLOമാരെ നിയോഗിച്ചുകൊണ്ട് 3 തവണ വീടാന്തരം കയറിയിറങ്ങി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ സമയബന്ധിതമായി അതിനെ പൂർത്തിയാക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരാൾ പോലും ഇതിൽ നിന്ന് പുറത്താകില്ല. അർഹരായ എല്ലാ ആളുകൾക്കും വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ക്രമീകരണം ഒരുക്കും. എന്തെങ്കിലും തരത്തിൽ രേഖകളില്ലാത്തവർക്ക് രേഖകൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണവും സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ ചെയ്യും എന്നൊരു കാര്യങ്ങൾ കൂടി രത്തൻ ഖേൽക്കർ പറയുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 12 മണിക്ക് ചേരുക.